നമുക്ക് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കുറച്ച് നേരം മക്കളുമായിട്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ദോശ, ചട്നി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടിച്ച് പയറൊക്കെ ഇട്ട് അടച്ച് വെച്ച് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ പയറുപ്പേരി. എനിക്ക് ഒട്ടുമിക്ക ഈ ചില വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. ക്യാരറ്റ് ഇഷ്ടമല്ല, ബീട്രൂട്ട് ഇഷ്ടമാണ്, കഴിക്കും, എന്നാലും എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ കുറച്ച് കുറച്ച് വെജിറ്റബിൾസ് ഒന്നും എനിക്കിഷ്ടമില്ലാത്തതുണ്ട്. അപ്പോൾ അതിൽ എനിക്കിഷ്ടമുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് പയർ. അപ്പോൾ അങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പാരലായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെയ്തതാണല്ലോ. അപ്പോൾ ഞാനൊരു 6:45 7 മണി ആ ഒരു ടൈമിലാട്ടോ നീക്കുള്ളൂ. അപ്പോഴേക്കും അമ്മ ചോറ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പണിയില്ലല്ലോ, ആ ചോറ് വയ്ക്കലാണ് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു അത് കുറേ നേരം ടൈം എടുത്തിട്ടൊക്കെ ആവണ്ടേ. അപ്പോൾ അത് അമ്മ ചെയ്യും. ബാക്കിയൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുക. അപ്പോൾ അനിയത്തിയില്ല, അവൾ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പാരലായിട്ട്. അപ്പോൾ അത് കുറച്ച് ടഫായിട്ടുള്ള മറ്റേ വെളുത്ത ദോശ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയോ? ഈ രാവിലെ അരച്ചുണ്ടാക്കി കഴിക്കുന്ന ദോശയ്ക്കാണ് വെളുത്ത ദോശ എന്ന് ഇവിടെ പറയുക. നിങ്ങളവിടെ എന്താണെന്ന് എനിക്കറിയില്ല, നീർദോശ അങ്ങനെയൊക്കെ പറയും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ മോന് സ്കൂളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മോന് ഈ പയറുപ്പേരിയൊന്നും ഇഷ്ടമല്ല, അവന് എന്തെങ്കിലും ഫ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പം ക്യാരറ്റാണ് മെയിൻ ഇത് കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, സോറി ക്യാരറ്റല്ല, പൊട്ടാറ്റോ ആണ് മെയിൻ സംഭവം. അവന് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ സോയാബീൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഇന്ന് അവന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുപോലെ നീളത്തിലരിഞ്ഞിട്ട് മസാലയൊക്കെ തേച്ച് അങ്ങനെ കുറച്ച് ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എന്നൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഈ ചോറ് കൊടുത്തയക്കുമ്പോഴാണ് അവനിങ്ങനത്തെ ഈ ഫ്രൈ ഐറ്റംസ് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കും. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഉഴുന്നും അരിയും ഒക്കെ കൂടി ചെല്ലുമ്പോൾ അത് ഹെൽത്തിന് നല്ലതാണ്, എന്നാൽ അൺഹെൽത്തി ഫുഡും ആവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ചോറ് കൊടുത്തയക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാം. അപ്പോഴേക്കും അവൻ കുളിച്ച് വന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ കുളിപ്പിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ തന്നെ കുളിപ്പിക്കുക. ചില ദിവസം അമ്മ കുളിപ്പിക്കും, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കുളിക്കും. ഒറ്റയ്ക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ കുളിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് അവൻ കുളിച്ച് വന്നു. അപ്പോൾ പാരലായിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദോശയാണ്, അപ്പോൾ ദോശയിലേക്ക് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ള നാളികേരം നമ്മൾ ഉടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇരുന്ന് ചിരകുന്ന ചിരവയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ പലയിടത്തും ഈ നിന്ന് ചിരകുന്ന ചിരവ ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇതുപോലെ ഇരുന്ന് ചിരകുന്ന ചിരവയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും പറയുക, അയ്യോ കിട്ടുന്നില്ല, എന്താണ്, നാളികേരം, ഉള്ളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. അതുപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോനെ റെഡിയാക്കി മോന് ഭക്ഷണം കൊടുത്ത് അവനെ പറഞ്ഞയക്കുക എന്നുള്ളൊരു പണിയാണ് അടുത്തത് ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പൊട്ടാറ്റോ ഉണ്ട്, അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പണ്ട് ഞാൻ ചെറിയ മക്കൾക്കും കൂടി ഉള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ മക്കൾക്ക് ഞാൻ അത്ര അങ്ങോട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പൊട്ടാറ്റോ ഒക്കെ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ കുറേ വീഡിയോസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ ഇത് ജാറിലോട്ട് ഇട്ടു. അതുപോലെ ചമ്മന്തി അരച്ച് കഴിഞ്ഞു കേട്ടോ, അത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവന് ഇന്നെന്തോ ഒരു എക്സാം ഉണ്ട്, ഡിറ്റേഷൻ ഉണ്ട് എന്തോ. അപ്പോൾ അവൻ പാരലായിട്ടിരുന്നിട്ട് അത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അപ്പോഴേക്ക് വന്നിട്ട് മോൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ ചോറും ഉപ്പേരിയും അതുപോലെ പൊട്ടാറ്റോ ഫ്രൈയും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അപ്പുറത്തിരുന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും ഞാൻ ഫുഡ് വാരി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കും, പക്ഷേ ഞാൻ വാരി കൊടുത്ത അത്രയൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നും വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി കഴിക്കുമല്ലോ എന്നുവെച്ചിട്ട് ഞാനത് അങ്ങനെ വാരി കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ അതത്ര നല്ല ഹാബിറ്റ് അല്ലാതെ എനിക്കറിയാം, പക്ഷേ ഞാനങ്ങനെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കപ്പോഴാണ് എൻ്റെ കുട്ടി കഴിച്ചു എന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പല അമ്മമാരും ഇങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ടിഫിൻ ബോക്സ് അങ്ങനെ നിറച്ചിട്ട് പിന്നെ അവനെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പം ഓട്ടോയിലാട്ടോ പോവാം. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് തന്നെ ഓട്ടോയിൽ പോവാം. അവനന്ന് ഷൂ മാറിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞി ചെക്കനെ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ച് ഒക്കെ ഇരിക്കും. കാരണം എനിക്ക് അവൻ്റെ കൂടെ അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറേ ഇല്ല, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനായിട്ടുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, മറ്റേ
കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ആൾക്ക് ഫുഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് പാത്രം കഴുകുന്നത് എനിക്കിഷ്ടമുള്ള ഒരു ജോലി കേട്ടോ. പക്ഷേ എനിക്ക് ഈ ക്ലീനിങ്, തുടയ്ക്കുക, അടിക്കുക അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പണികളൊക്കെ അത്ര ഇഷ്ടമില്ല. പക്ഷേ ഈ പാത്രം കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. ബാക്കി അനിയൻ്റെ വൈഫുള്ളപ്പോൾ അവളാണ് ചെയ്യുക. ഈ അടിച്ചു വരിക, തുടയ്ക്കുക, ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മോനെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കര കുറുമ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അവന് കുളിക്കണ്ടെന്നൊക്കെ പറയണം. പക്ഷേ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഓക്കെയാണ് കേട്ടോ. കണ്ടോ, കുളിക്കാൻ അവൻ തന്നെ ഓടി വരും. അങ്ങനെ ഞാൻ കുളിപ്പിച്ചിട്ട് വരാം. ഓക്കെ, കുളിസിങ് കാണിക്കുന്നില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ കുളിസിങ് കാണിക്കുന്നില്ല. അവൻ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൻ്റെ ആ ഒരു വരവ്. എനിക്ക് ഇഷ്ടമായി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അവൻ്റെ കുളി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും കൂടി ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, തല നനയ്ക്കാറില്ല ഞാൻ, രാത്രിയാണ് തല നനയ്ക്കാറുള്ളത്. അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മേക്കപ്പ്, സ്കിൻ കെയർ, ഈ കാര്യങ്ങൾ. മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, മെയിനായിട്ട് സ്കിൻ കെയർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇടും, പൊട്ട് വയ്ക്കും. ഇത് മാത്രമാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു റുട്ടീൻ. അതായത് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്, അത് മാത്രം. കാരണം എനിക്ക് ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്കിനി ജോലിക്ക് പോകാൻ റെഡി ആവാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടിഫിൻ ബോക്സ് ഒന്ന് ഇറക്കിയാണ്. അതും ഞാൻ കുറച്ച് ചോറേ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. എനിക്കത്ര എന്താ പറയുക, ഉച്ചയ്ക്ക് ഞാൻ കുറേ കഴിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ തടിച്ചു വരും കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഭക്ഷണം ഞാൻ ഓടി ഓടി കഴിക്കുകയാണ്. നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴേക്കും ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി 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 കഴിക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അവനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു പറയാൻ കേട്ടോ. കണ്ടില്ലേ, അവൻ ഓക്കെ സി യു ബൈ ബൈ ഉമ്മ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ ഉമ്മ.